പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇന്ന് ബൂട്ടി കാക്കി എന്ന സിനിമയിലെ കഥയാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ബൂട്ടി കാക്കി എന്ന സിനിമയിലെ കഥ എന്തായിരിക്കും എന്നറിയാനുള്ള ഒരു ആകാംക്ഷയില്ലേ? അപ്പം എന്താണ് ആ കഥ എന്ന് നമുക്ക് നോക്കാം. ബൂട്ടി കാക്കി എന്ന സിനിമയിലെ വൃദ്ധയായ ഒരു അമ്മായി ഉണ്ടായിരുന്നു. അവർക്ക് സ്വന്തമെന്ന് പറയാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവരുടെ ഭർത്താവും അതുപോലെ തന്നെ യുവാവായ മകനും മരിച്ചു പോയതാണ്. ഈ അമ്മയ്ക്ക് കുറച്ച് സ്വത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അമ്മയെ സംരക്ഷിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ബൂട്ടി കാക്കി തൻ്റെ സ്വത്തുക്കളെല്ലാം സഹോദരന്റെ മകനായ ഭതീജയ്ക്ക് നൽകിയിട്ട് ആ ഭതീജയുടെ കൂടെ താമസിക്കാൻ തുടങ്ങുന്നു. ആദ്യമൊക്കെ ഈ ഭതീജ ഈ ബൂട്ടി കാക്കിയെ നന്നായി സംരക്ഷിച്ചെങ്കിലും ഈ ബൂട്ടി കാക്കിയുടെ സ്വത്തുക്കളെല്ലാം കയ്യിൽ കിട്ടിയതിന് ശേഷം ബൂട്ടി കാക്കിയെ ഭതീജയും അതുപോലെ തന്നെ ഭതീജയുടെ ഭാര്യയും നന്നായിട്ട് സംരക്ഷിക്കാത്ത ഒരു രീതിയാണ് വരുന്നത്. ഇതിലെ കഥാപാത്രങ്ങള് ഈ ഭതീജ ബുദ്ധിറാമാണ്. ബുദ്ധിറാമിന്റെ ഭാര്യ രൂപ. ബുദ്ധിറാം, രൂപ, ലാഡലി, ബൂട്ടി കാക്കി, ഇത്രയും ആണ് ഇതിലെ കഥാപാത്രങ്ങൾ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ ഭതീജയുടെ വീട്ടില് ഒരു വിരുന്ന് സൽക്കാരം നടക്കുന്നു. ആ വിരുന്ന് സൽക്കാരത്തിലേക്ക് എല്ലാവരെയും അവർ ക്ഷണിക്കുന്നു. അവർക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും തയ്യാറാക്കുന്നു. അതിലുള്ള തിരക്കിലാണ് രൂപ അടുക്കളയിൽ അവർക്ക് വേണ്ട വിഭവങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കും അതുപോലെ തന്നെ അവരെ സ്വീകരിച്ചിരുത്താനുള്ള തിരക്കും ബഹളവും ഒക്കെയാണ്. ഇവിടെ നിന്നും ഈ ബൂട്ടി കാക്കി ഒരു റൂമിനുള്ളിൽ കിടക്കുകയാണ്. ആ സമയത്ത് ബൂട്ടി കാക്കിയുടെ റൂമിനുള്ളിലേക്ക് ഈ അടുക്കളയിൽ നിന്നും പല തരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഗന്ധം റൂമിലേക്ക് എത്തുന്നു. അതേവരെ ആ സമയം വരെയായിട്ടും ഒരു ഭക്ഷണവും കഴിക്കാൻ കിട്ടാത്തതിനാൽ ഈ ബൂട്ടി കാക്കി വളരെയധികം വിശന്ന് വലഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുന്ന സമയത്ത് ഈ രൂപ അടുക്കളയിൽ വളരെ തിരക്കിലായി നിൽക്കുന്നതാണ് കാണുന്നത്. അവിടെ പല വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഗന്ധവും മസാലയുടെ ഗന്ധം, പൊരിക്കുന്ന എണ്ണയുടെ ഗന്ധം എല്ലാം അവർക്ക് അനുഭവപ്പെടുന്നു. തിരിഞ്ഞു നോക്കിയ രൂപ ബൂട്ടി കാക്കിയെ കണ്ട് വളരെയധികം ബൂട്ടി കാക്കിയോട് മോശമായി പെരുമാറുന്നു. ബൂട്ടി കാക്കിക്ക് വളരെ വിഷമമുണ്ടായി. പക്ഷേ എല്ലാ സമയങ്ങളിലും ബൂട്ടി കാക്കിയെ രൂപ വഴക്ക് പറയുന്ന സമയത്ത് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഉറക്കെ കരയാറാണ് പതിവ്. പക്ഷേ അന്ന് ബൂട്ടി കാക്കി കരഞ്ഞില്ല. കാരണം വീട്ടിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ബൂട്ടി കാക്കി ഒന്നും തന്നെ മിണ്ടാതെ അവിടെ നിന്നും തിരിഞ്ഞ് സ്വന്തം റൂമിലേക്ക് നടന്നു. എന്നിട്ട് അവിടെ കിടന്ന് സ്വയം സമാധാനിക്കാൻ വേണ്ടി ചില ഗാനങ്ങളെല്ലാം പാടി അങ്ങനെ സ്വയം സമാധാനിച്ച് കിടന്നു. കുറച്ച് സമയത്തിന് ശേഷം തനിക്കും എന്തെങ്കിലും ഭക്ഷണം തരും എന്ന് കരുതി ബൂട്ടി കാക്കി കിടന്നെങ്കിലും ഒരു ഭക്ഷണവും കിട്ടാതെ ആയപ്പോൾ വീണ്ടും അവർ പുറത്തേക്കിറങ്ങി. മുറ്റത്തേക്ക് ചെന്നപ്പോൾ അവിടെ ഭതീജ മറ്റു ആരോമായി സംസാരിച്ച് നിൽക്കുന്നത് കണ്ടു. തിരിഞ്ഞു നോക്കിയ ഭതീജ ബൂട്ടി കാക്കിയെ കണ്ട് അവരെ അവിടെ നിന്നും പിടിച്ച് വലിച്ചിഴച്ച് റൂമിലേക്ക് കൊണ്ടുപോയി ഇരുട്ട് റൂമിലിട്ടു. കുറച്ച് സമയത്തിന് ശേഷം ലാഡലി ഒരു പാത്രത്തില് കുറച്ച് ഭക്ഷണവുമായിട്ട് ഈ ബൂട്ടി കാക്കിയുടെ അരികിൽ ചെല്ലുന്നു. അത് കണ്ട ഉടനെ വളരെയധികം ആർത്തിയോടുകൂടി ബൂട്ടി കാക്കി ആ ഭക്ഷണം വാങ്ങി കഴിക്കുന്നു. പക്ഷേ ആ ഭക്ഷണത്തിൽ അവർ തൃപ്തയാകുന്നില്ല. ലാഡലിയുടെ കൈ പിടിച്ചിട്ട് പുറത്തേക്ക് പോവണമെന്ന് അപേക്ഷിക്കുന്നു. ലാഡലി അവരെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നു. പുറത്തെത്തിയ ബൂട്ടി കാക്കി അവിടെ മറ്റുള്ളവർ കഴിച്ച ഭക്ഷണത്തിന്റെ വേസ്റ്റ് വളരെയധികം ആർത്തിയോടുകൂടി കഴിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് രൂപ അവിടേക്ക് വരികയാണ്. രൂപയ്ക്ക് ഇത് കണ്ട് വളരെയധികം വിഷമമുണ്ടാകുന്നു. രൂപ അവരോട് മാപ്പ് ചോദിക്കുന്നു, തൻ്റെ തെറ്റിന് മാപ്പ് ചോദിക്കുന്നു. ഇവിടെ കഹാനിക്കാർ പ്രേംചന്ദ് പറഞ്ഞിരിക്കുന്നത് ഈ കുട്ടികളും അതുപോലെ തന്നെ പ്രായമായവരും ഏകദേശം ഒരുപോലെ തന്നെയാണ് എന്നാണ് പറഞ്ഞത്. പ്രായമായവരെന്ന് പറഞ്ഞാല് പ്രായമായവര് കുട്ടികളും ഏകദേശം ഒരുപോലെ എന്ന് പറയാൻ കാരണം അവർക്ക് എന്തെങ്കിലും ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം, അതായത് ഭക്ഷണമായാലും അവർക്ക് ആഗ്രഹമുള്ള ചോക്ലേറ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സങ്കടങ്ങളും അതുവരെ ഉണ്ടായിരുന്ന വിഷമങ്ങളും ആരെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചീത്ത പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ ആ ഒരു നിമിഷം കൊണ്ട് മറന്നിട്ട് ആ കിട്ടിയ ചോക്ലേറ്റിൽ അവർ വളരെയധികം തൃപ്തരാവുകയും അതിൽ വളരെയധികം സന്തോഷിക്കുകയും ചെയ്യും അല്ലേ? അതുപോലെ ഈ പ്രായമായവർക്കും എന്താണ്, നാക്കിൻ്റെ രുചിയാണ് പ്രധാനമായിട്ട് ഉള്ളത്.
അവർക്ക് നാക്കിൻ്റെ രുചി എന്താണ് നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കണം, അതുപോലെ തന്നെ നല്ല സ്നേഹത്തോടെ എല്ലാവരുടെയും സ്നേഹവും ലഭിച്ചിട്ട് കഴിയണം. അത്രയുമാണ് അവർക്ക് വേണ്ടത്. കുട്ടികളെ പോലെ തന്നെ. അപ്പോൾ കുട്ടികളെയും അതുപോലെ തന്നെ പ്രായമായ ഈ ബൂട്ടി കാക്കിയെയും ഇവിടെ പ്രേംചന്ദ് കഹാനിക്കാർ ഒരുപോലെയാണ് ഇവിടെ വരച്ചു കാണിച്ചിരിക്കുന്നത്. അങ്ങനെ രൂപ അവരോട് ക്ഷമ ചോദിക്കുന്നു. എന്നിട്ട് അവർ ആ രൂപ അടുക്കളയിൽ പോയിട്ട് ഈ ബൂട്ടി കാക്കയ്ക്ക് വേണ്ട ഭക്ഷണം കൊണ്ടുവരുന്നു. അവർ പ്ലേറ്റിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് നൽകുന്ന സമയത്ത് അവർ വളരെയധികം സന്തോഷമാകുന്നു. സന്തോഷത്തോടു കൂടിയിട്ട് ആ പ്ലേറ്റിലെ ഭക്ഷണം അവർ ആർത്തിയോടു കൂടി കഴിക്കുന്നു. ആ സമയത്ത് ആ ബൂട്ടി കാക്കി അതുവരെ ആ രൂപ പറഞ്ഞിരുന്ന അവരെ വഴക്ക് പറഞ്ഞതോ ഒന്നും ചിന്തിക്കുന്നില്ല. ആ കിട്ടിയ ഭക്ഷണത്തിൽ അവർ തൃപ്തയാവുകയും അവർ വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു. അതാണ് ഇവിടെ കുട്ടികളും അതുപോലെ തന്നെ വൃദ്ധന്മാരും ഒരുപോലെയാണ് എന്ന് പറഞ്ഞത്. കുട്ടികൾ ഇതുപോലെ തന്നെ എന്തെങ്കിലും കിട്ടാതിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വഴക്ക് പറഞ്ഞ സമയത്തൊക്കെ കരയാണ് ചെയ്യുക. അതുപോലെ ബൂട്ടി കാക്കിയ രൂപ വഴക്ക് പറയുന്ന സമയത്ത് കരയാറാണ് പതിവ്. പക്ഷെ ആ ദിവസം കരഞ്ഞില്ല, ആളുകളുള്ളത് കൊണ്ട് ആ വൃദ്ധ കരഞ്ഞില്ല. ഈ ഭക്ഷണത്തിൽ അവർ തൃപ്തയായിട്ട് ആ ഭക്ഷണം അവർ ആർത്തിയോടുകൂടി കഴിക്കുന്നതോടുകൂടി ഈ ഫിലിം അവസാനിക്കുകയാണ്. ഇതാണ് ബൂട്ടി കാക്കി എന്ന സിനിമയിലെ കഥ. ഇനി നമുക്ക് അടുത്ത പാഠവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.